UDF ഭരണകാലത്തെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി ദിനപത്രങ്ങളിൽ സർക്കാർ പരസ്യം. മലയാള മനോരമയും മാതൃഭൂമിയും ഒഴിച്ചുള്ള മലയാള പത്രങ്ങളിലും ഇംഗ്ലീഷ് ദിനപത്രങ്ങളിലുമാണ് പരസ്യം. സർക്കാർ പണം ചെലവഴിച്ച് പരസ്യം നൽകിയതിനെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്ന് പ്രതിപക്ഷം പ്രതികരിച്ചു. ഇന്ന് പുറത്തിറങ്ങിയ ദിനപത്രങ്ങളിലാണ് UDF കാലത്തെ വീഴ്ചകൾ എണ്ണിപ്പറയുന്ന സർക്കാർ പരസ്യം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഒറ്റനോട്ടത്തിൽ ഇന്നത്തെ വാർത്തയെന്ന് സംശയിച്ചേക്കാവുന്ന പരസ്യത്തിൽ വൈദ്യുതി, വിദ്യാഭ്യാസം, KSRTC, ക്ഷേമ പെൻഷൻ മുടക്കം, കാലിയായ ഖജനാവ്, വികസന മുരടിപ്പ് എന്നിവ UDF ഭരണത്തിലെ വീഴ്ചയായി ഉയർത്തിക്കാട്ടുന്നുണ്ട്. തൊട്ടടുത്ത പേജിൽ ഒന്നും രണ്ടും പിണറായി സർക്കാരുകളുടെ ഭരണ നേട്ടങ്ങളും വിവരിക്കുന്നു. ഇരുണ്ട കാലമെന്ന പേരിലുള്ള CPIMന്റെ ക്യാമ്പയിന് പിന്നാലെയാണ് സർക്കാരും UDF വിരുദ്ധ ക്യാമ്പയിന് വേണ്ടി പണം മുടക്കി പരസ്യം ചെയ്യുന്നത്. സർക്കാർ ചെലവിൽ രാഷ്ട്രീയ പ്രചരണം നടത്തുന്നതിനെതിരെ നടപടി സ്വീകരിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഗവൺമെന്റിന്റെ ആ കാലത്തെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് സർക്കാർ ചെലവിൽ ജനങ്ങളുടെ നികുതി പണത്തിന്റെ പേരിൽ നടത്തുന്നത് ഹീനമായ പ്രചരണമാണ്. നാട്ടുകാരുടെ പണം ഉപയോഗിച്ച് അത് ചെയ്യാൻ പാടില്ല. അതിനെതിരായിട്ട് നിയമപരമായ നടപടിയും സ്വീകരിക്കും, രാഷ്ട്രീയമായ നടപടികളും ഞങ്ങൾ സ്വീകരിക്കും. സർക്കാർ പണം ദുരുപയോഗം ചെയ്തുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നതെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലത്ത് നല്ല കാര്യങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് കള്ളക്കഥകൾ പ്രചരിപ്പിക്കുകയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് അധികാര ദുർവിനിയോഗവും ധൂർത്തുമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഡേറ്റ ചോർച്ചയും നവകേരള സർവേയും പോലെ പത്രപരസ്യങ്ങളും കോടതി കയറുമെന്നാണ് പ്രതിപക്ഷ പ്രതികരണം നൽകുന്ന സൂചന. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.